ഭൂപ്പാട് ചൊറുക്കായത് ഞങ്ങൾക്ക് പെൺവേഷം തന്നെ നടക്കുക. അതിന് എനിക്ക് പെണ്ണുങ്ങളെ ഡ്രസ്സിട്ട എന്താ ചൊറുക്ക് എനിക്ക് പെണ്ണാണ്ടിരുന്നു ജസ്റ്റ് മിസ്സിനാണ്. ഈ പാറു അടയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്തം മുണിങ്ങി നിൽക്കാതെ പോയി സീറ്റിലേക്ക് പോയിട്ട് ആ ബാഗൊക്കെ വെയിലത്ത് വെച്ചില്ലേ? ടീച്ചർ എന്നാ അവിടെ പോയിരിക്ക. ഓക്കെ ടീച്ചർ. എന്റെ അബൂപ്പണക്ക് കരയാനൊക്കെ അറിയില്ലേ? ഞാൻ കരയാനായിട്ട് കണ്ടിട്ടില്ല. എന്നാ നല്ല രസമുണ്ട് കരയുമ്പോ. പാവതിന് ഓരോന്ന് പറഞ്ഞ് ചടങ്ങാറാക്കണ്ടടി. അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എന്താ ഒരു കൊല്ലീനതാ. ഷട്ടപ്പ്. പാറു വെച്ചെന്തിനാ അവന്റെ മുഖത്തേക്ക് വിളിച്ചുകൊണ്ട് നോക്കണേ? ഒന്നല്ല ടീച്ചർ, എന്റെ 34 കൊല്ലം പുറത്തു വന്നിട്ടുണ്ടല്ലോ. സോറി ടീച്ചർ. അവൾക്ക് പഠിപ്പില്ല, എന്നാലും കൊച്ചില്ല കുറവില്ല. പഠിച്ച കുട്ടികൾ കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇത് പഠിപ്പില്ല. അവൾക്ക് കൊഞ്ഞിങ്ങനെ കുത്തിരിക്കുക. രാവിലെ വരും സ്കൂൾക്ക്, ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങൾ. എന്നിട്ട് വൈകുന്നേരം ആ ബാഗ് കൊടുത്ത് പോകുകയും ചെയ്യും. വെറുതെ വരിക. ഞാൻ ഒന്നും പറയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ടീച്ചറും വേണ്ടരില്ല, ഒന്നും വേണ്ടരില്ല. ഞാൻ വേണ്ട വിചാരിച്ചിരിക്കുമ്പോഴൊക്കെ തലയിൽ കയറി നരങ്ങുക. ഞാൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഒരാൾക്കൊരു കൂസലില്ല. ആണെന്ന് വർത്താനം പറഞ്ഞു നടന്നിട്ടും അവൾക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ പഠിപ്പിന്റെ കാര്യത്തിന് എല്ലാവരും മോശമാണ്. ഒരൊറ്റ കുട്ടി നല്ല കുട്ടികളില്ല. അപ്പൊ നേരത്തെ ടീച്ചർ ഇങ്ങനെ നല്ല പറഞ്ഞേന്. ഇനി പാരന്റ്സ് മീറ്റിംഗ് ഒന്ന് വെക്കുന്നുണ്ട്. എല്ലാവരും അമ്മമാരും വരട്ടെ. കുറച്ച് പറയാണ്ടൊക്കെ എല്ലാവരും അമ്മമാരായിട്ടും. നിങ്ങളെ മുമ്പിൽ ഇരുത്തി തന്നെ അമ്മനോട് കുറെ പറയും ഞാൻ. മറ്റേത് അമ്മമാരെ ഒറ്റക്ക് വിളിച്ചിട്ടേന്ന് പറഞ്ഞിരുന്നത്. ഇനി അങ്ങനല്ല. ഇനി ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോ അമ്മമാരെ ഇരുത്തിയിരുന്നിട്ട് ടീച്ചർക്ക് കുറെ പറയാണ്ട്. ഇങ്ങനെ ഒന്ന് വിട്ടാ പോരെ. 10ാം ക്ലാസ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തുണ്ടാക്കാനാ? 8 വരെ ജയിപ്പിച്ചും. 9 പഠിച്ചിട്ടില്ലേ തോറ്റാണ് ഇരിക്കുക അവിടെ എല്ലാവർക്കും. നിങ്ങൾ തോൽക്കണേന്ന് കുഴപ്പമില്ല, പക്ഷെ തോറ്റാലേ ടീച്ചർക്കാണ് അതിന്റെ കുറ്റം. ടീച്ചർക്കാണ് അതിന്റെ നാണക്കേട്. മറ്റേ ടീച്ചേഴ്സ് പറയും ആ കമ്മിന്റെ ക്ലാസ്സിലെ കുട്ടികൾ തോറ്റിക്കണോന്ന്. അപ്പൊ എനിക്കല്ല അതിന്റെ നാണക്കേട്. പുറത്തിറങ്ങി നടക്കുമ്പോ ഞാൻ മുണ്ടൂലാന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ എന്നെ കൊണ്ടാണ് പറയിപ്പിച്ചാണിത്.